ആർക്കൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ട്? ഇനിയിപ്പോൾ അതിനു വേണ്ടി ഡയറ്റോ എക്സസൈസോ ഒക്കെ ചെയ്യാൻ മടിയാണോ? എന്നാൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നല്ലേ? വേഗം വിട്ടോ മൂണിലേക്ക്. ഞാൻ തമാശ പറഞ്ഞതല്ല, ശരിക്കുമാണ്. ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ? സോ വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു കഥയുണ്ട്, ദി ന്യൂട്ടൺ ആൻഡ് ഹിസ് ആപ്പിൾ സ്റ്റോറി. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, എന്നാൽ കൂടെ നമുക്ക് ഒന്നുകൂടെ കേട്ടേക്കാം. കഥയല്ലേ? അപ്പോൾ ഒരിക്കൽ ന്യൂട്ടൺ തന്റെ ഗാർഡനിൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ആയിരുന്നു. പെട്ടെന്ന് ഒരു ആപ്പിൾ വന്ന് താഴേക്ക് വീണു. അപ്പം നമ്മളാണ് എന്ത് ചെയ്യും? ഈ ആപ്പിൾ വന്ന് വീഴുമ്പോൾ നമ്മൾ ആപ്പിൾ എടുത്ത് അങ്ങ് കഴിക്കും അല്ലെ? കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കാൻ പോകില്ല. കൂടി പോയാൽ നമ്മൾ അതിന്റെ ടേസ്റ്റിനെ പറ്റി ഒന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷെ ന്യൂട്ടൺ അങ്ങനെയല്ല ചെയ്തത്. ന്യൂട്ടൺ ആപ്പിൾ കഴിച്ചോ കഴിച്ചില്ലയോ നമുക്കറിയില്ല. ബട്ട് ന്യൂട്ടൺ ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ ആപ്പിൾ താഴേക്ക് വീണു എന്ന് ന്യൂട്ടൺ ചിന്തിച്ചു. എന്തുകൊണ്ട് ഇത് മുകളിലേക്ക് പോയില്ല എന്ന്. അതുപോലെ തന്നെ ന്യൂട്ടൺ മറ്റൊരു കാര്യം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ താഴേക്ക് വീണത്, എന്തുകൊണ്ടാണ് മുകളിലിരിക്കുന്ന മൂൺ താഴേക്ക് വീഴാത്തത് എന്നൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് മൂൺ എർത്തിലേക്ക് വീഴാത്തതെന്ന്? ഓക്കെ, സോ അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? മൂണും എർത്തും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. ബട്ട് മൂൺ എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റിൽ കൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് is making the moon to revolve around the earth in that orbit. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ മൂൺ വിൽ ബി റിവോൾവിംഗ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡിഫൈൻഡ് ഓർബിറ്റ്സ്. സോ there are other examples to show the centripetal force അല്ലെങ്കിൽ centripetal motion, circular motion കാണിക്കാനായിട്ട് there are other examples. Just like moon revolving around the earth, we can see various planets that revolve around the sun. So coming to the topic gravitation, we can say that every object in the universe attracts every other objects with a force. ഈ ഫോഴ്സിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ വിളിക്കും. സോ ബേസിക്കലി ഫോഴ്സ് എന്താണ്? We all know that force എന്ന് പറയുന്നത് it is the product of mass and acceleration അല്ലേ? സോ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് product of mass and acceleration എടുത്താൽ മതിയോ ഈ കേസിൽ? Actually it is not. Newton ഇതിൽ വർക്ക് ചെയ്ത് he came to the conclusion that we cannot simply take the product of mass and acceleration to calculate force. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കപ്പിളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് വേണേൽ പറയാം. അതായത് രണ്ടുപേര് വേണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ. വി നീഡ് ടു ബോഡീസ് വേർ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഷുഡ് ആക്ട്. അതിന് സിംഗിൾസിനിടയിൽ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിൽക്കത്തില്ല. Definitely, so ഈ ഫോഴ്സിൽ the mass of the two bodies will be a character. അതായത് ഫസ്റ്റ് ബോഡിയുടെ മാസ് m1ഉം സെക്കൻഡ് ബോഡിയുടെ മാസ് m2ഉം ആണെങ്കിൽ the force between them, the gravitational force between them will definitely depend on these two masses. മറ്റൊരു ഫാക്ടറാണ് ഈ രണ്ട് മാസസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. The distance between these two masses also play a very important role in calculating the force of gravity. Therefore, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിൽ എന്താണ് ഡിപ്പെൻഡൻസി? It depends on the square of this distance. Okay, gravitational force not simply depends on d, it depends on the square of the distance between them. So Newton found that every object in the universe attracts every other objects with a force. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഫോഴ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസസ് ഓഫ് ദി ടു ബോഡീസിനെയും ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തമ്മിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡിപ്പെൻഡൻസ് എന്താണ്? So it depends on the product of their masses. That is, this force is directly proportional to the product of their masses, and so it is proportional to the product of their masses as well as it is inversely proportional to the square of the distance between them. So we can write this force is directly proportional to the product of their masses and it is inversely proportional to the distance between these masses. Or we can say that the force is directly proportional to m1 m2 by d square. Okay, therefore we can say that F is equal to g into m1 m2 by r square or d square. Definitely r or d represents the distance between the two masses. So universal law of gravitation idana. Idendana parayunnathu? യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും മറ്റൊരു ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് വിച്ച് with the force, and that force is proportional to the product of the masses and inversely proportional to the distance between them.
പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദിസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഓർ G. Just G has a constant value. So നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ ഗ്രാവിറ്റേഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ഗ്രാവിറ്റേഷന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് ആക്ച്വലി ബൈൻഡ്സ് us to the earth. നമ്മൾക്ക് എർത്തിൽ നിൽക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എർത്തിൽ ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്നത് ഇവിടെ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ്. സോ ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വഴി നമ്മൾ പറയുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്താണ് it binds as this force binds us to the earth. Another application is the motion of the moon around the earth. Motion of moon around the earth define ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് universal law of gravitation യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് motion of planets around the sun as well as the formation of tides due to the moon and the sun. Okay. So moving on to the next topic, that is free fall. So already നമ്മൾ ഗ്രാവിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് what is actually free fall? So consider that we are holding something. Okay, you have something. നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു ബോൾ ഉണ്ടെന്ന് വെക്കാം. നിങ്ങൾ ആ ബോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് ഗോയിങ് ടു ഫോൾ ഡൗൺ അല്ലേ? ഈ ബോൾ താഴേക്കേ പോകത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് ഫിഗർ. അപ്പൊ നിങ്ങൾ ഈ ബോൾ താഴേക്ക് ഇടുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഇവിടെ അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? അതിന്റെ വെലോസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? അതിന്റെ ആക്സിലറേഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സോ ഈ ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗോയിങ് ടു ഫോൾ ഡൗൺ. നേരെ താഴേക്കാണ് ഇത് പോകുന്നത്. ഇനി ഇതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ് ആസ് ഇറ്റ് ഈസ് മൂവിങ് ടു ദി ഗ്രൗണ്ട്. സോ ഡെഫിനറ്റ്ലി വെലോസിറ്റി ചേഞ്ച് ഉള്ള സ്ഥിതിക്ക് അവിടെ ഒരു ആക്സിലറേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആക്സിലറേഷൻ എന്തുകൊണ്ട് ജനറേറ്റ് ചെയ്തു? സോ ദിസ് ആക്സിലറേഷൻ ഇസ് ബിക്കോസ് ഓഫ് ദി ഓർ this motion is actually influenced by the force of gravity. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആക്സിലറേഷൻ എന്തെന്ന് പറയും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. സോ ദി ആക്സിലറേഷൻ ദാറ്റ് ഇസ് ആക്ടിങ് there എന്താണ്? ഇറ്റ് ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ദ മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണം ഒരു ഓബ്ജെക്റ്റിന്റെ മൂവ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്താൽ സോ വി സേ that is freely falling എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Okay, so we defined acceleration due to gravity. Acceleration due to gravity is defined by the small letter g, and this will have the same unit as that of usual acceleration. എന്താണ്? meter per second square തന്നെയായിരിക്കും acceleration due to gravity ന്റെയും യൂണിറ്റ്. And we know that the earth will have a constant acceleration due to gravity or acceleration due to gravity നമ്മൾ 9.8 meter per second square അല്ലെങ്കിൽ meter second raised to -2 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. This is the value of g on the surface of the earth. ഇനി ഇത് g, to find g we can use the equation capital G m by r square. So in case of earth, m corresponds to the mass of the earth and r corresponds to the radius of the earth and g എന്ന് പറയുന്നത് universal gravitational constant ആണ്. So the value of g will be the product of these values, which will give 9.8 meter per second square. Also we know that earth എന്ന് പറയുന്ന ഒരു perfect square ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ the value of g will change depending on the place where we are considering. Okay, so we know that the radius of the earth will increase from the pole to the equator. When we consider the equator, the radius of the earth കൂടുതലായിരിക്കും. So we know that g is having an inverse proportionality with the radius. Therefore, equatorial acceleration due to gravity എന്ന് പറയുന്നത് എന്തായിരിക്കും? Comparatively കുറവായിരിക്കും. That is with poles. Compared to poles, equatorial acceleration due to gravity എന്ന് പറയുന്നത് എന്തായിരിക്കും? The value of g becomes greater at the poles than at the equator, or the value of g becomes lesser at the equator compared to poles. Okay. Also, the motion of a body under the influence of force of gravity നമുക്ക് പറയാനായിട്ട് പറ്റും. So, when an object is moving under the force of gravity, we can say that the equations of motion, the regular equations of motion, which we already know, നമുക്ക് ഇവിടെ use ചെയ്യാനായിട്ട് പറ്റും. So, we use the equations v equal to u plus at, s equal to ut plus half at square, and also v square equals u square plus 2as. ഇവിടെ വരുന്നൊരു change എന്തെന്ന് വെച്ചാൽ, instead of this acceleration a, we'll be taking the acceleration due to gravity g. Okay, so when the object is under the force of gravity, we consider this acceleration to be the acceleration due to gravity. And also,
ഇതിന് നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ് ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇഫ് ദി മോഷൻ ഓഫ് ദി ഓബ്ജെക്ട് ആസ് വെൽ ആസ് ദി ആക്സിലറേഷൻ സെയിം ഡയറക്ഷനിലാണെങ്കിൽ വി പുട്ട് പ്ലസ് ഫോർ ദി വാല്യൂ പ്ലസ് ജി അല്ലെങ്കിൽ പ്ലസ് 9.8 നമ്മൾ യൂസ് ചെയ്യും. Whereas if the motion of the object as well as the acceleration opposite directionലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? The direction of motion and acceleration opposite direction. Acceleration, definitely acceleration due to gravity. So direction of motion, acceleration due to gravity opposite directionലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? G negative ആയിട്ട് എടുക്കും. So we'll take minus G അല്ലെങ്കിൽ minus 9.8 meter per second square എന്ന് എടുക്കും. Okay, I hope this is clear for you. So now we'll move to a concept called mass. അപ്പോൾ നമ്മുടെ ഒരു ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് മൂണിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വെയിറ്റ് കുറയുന്നതെന്ന് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ആൻസറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മാസ് എന്താണെന്നാണ്. സോ മാസ് ഓഫ് ആൻ ഓബ്ജെക്ട് ഈസ് ദ മെഷർ ഓഫ് ഇറ്റ്സ് ഇനേർഷ്യ, അല്ലെങ്കിൽ നമുക്ക് പറയാം മാസ് ഓഫ് ആൻ ഓബ്ജെക്ട് ഈസ് ദ മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഓബ്ജെക്ട് എന്ന് പറയാം അല്ലേ? സോ ഡെഫിനറ്റ്ലി മാസ് കൂടിയ എന്താണ്? ഇനേർഷ്യ കൂടും അല്ലേ? ഗ്രേറ്റർ ദ മാസ് ഗ്രേറ്റർ വിൽ ബി ദി ഇനേർഷ്യ. ആസ് വെൽ ആസ് the mass is a constant everywhere, whether it's earth, whether it's moon, whether it's any other planet. The mass of the earth എന്ന് പറയുന്നത് constant ആയിരിക്കും. So it is not going to change from place to place. Yes, that is our fourth point. The mass will be constant and it will not be changing from one place to another. So നമുക്ക് mass എന്താണെന്ന് മനസ്സിലായി. Now we are going to see what is weight. Okay, so weight എന്ന് പറയുന്നത് actually it's a force. So the weight of an object എന്ന് പറയുന്നത് the force with which it is attracted towards the earth. ഒരു ഓബ്ജക്റ്റ് എർത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് ഇസ് ഗിവൺ ബൈ ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആസ് വെൽ ആസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റി. ഓൾസോ SI യൂണിറ്റ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ഇസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. സോ വെയിറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഫോഴ്സ്. സോ ബോത്ത് ഓഫ് ദം വിൽ ഹാവ് ദി സെയിം SI യൂണിറ്റ് അല്ലേ? ഇനി at any given place, weight of an object എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? It is proportional to the mass of the object. So at any place, the weight of an object is proportional, directly proportional to the mass of the object. And നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ? Weight depends on mass as well as acceleration due to gravity. On Earth, usually we consider the gravity to be a constant value. So on the surface of the Earth, we consider the gravity to be a constant value. So therefore, weight depends on the mass of the object. ഇതിന് എന്ത് മനസ്സിലായി? Mass is a constant quantity എന്ന് മനസ്സിലായി. Weight is not something that is constant അല്ലേ? മാസ് ഉള്ള ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടെ റോൾ comes into play and there it will get this weight. Okay, so let's do a simple problem and see. Okay, difference മനസ്സിലാൻ വേണ്ടി നമുക്കൊരു just ഒരു കൊച്ചു പ്രോബ്ലം എടുക്കാം. So mass of an object is 20 kg and what is its weight on the earth? So given that mass of the object is 20 kg, we have to find what is its weight. So already നമ്മൾ പറഞ്ഞു weight is the product of mass and acceleration due to gravity. So we take the value of G to be 9.8 meter per second square. So substituting the value, it will be 20 kilogram into 9.8 meter per second square. So that will be, on calculating 9.8 into 2, it will be 196 Newton. So the mass of an object is 20 kg whereas its weight is 196 Newton. Make sure to use the SI unit Newton with weight. Weight in the unit ഒരിക്കലും kilogram അല്ല, it is Newton. Weight is actually a force. Okay. So coming to our question. എന്താണ് initial question? Why is our weight less if we move to moon? എന്തുകൊണ്ടാണ് നമ്മൾ മൂണിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ മൂണിൽ പോയാൽ മതി എന്നൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്, തമാശയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അല്ലേ? സോ ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ്? എന്തുകൊണ്ടാണ് മൂണിൽ ചെല്ലുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുന്നത്? Actually, the acceleration due to gravity of moon is less compared to that of Earth. We know that the weight of an object is the product of mass and acceleration due to gravity. So, moon's acceleration due to gravity ennu parayunnathu compared to Earth it is less, and therefore definitely weight will also be less.
Because we already discussed, mass is a constant everywhere, whether it's Earth or whether it's Moon, there is no change that's happening for this mass. അപ്പോൾ അതുകൊണ്ട് തന്നെ weight എന്ന് പറയുന്നത് product of mass and acceleration due to gravity ആണ്. So the value of g കുറയുമ്പോൾ weight will definitely be less. Okay. Also, the weight of an object on Moon will therefore be 1/6 the weight of an object on Earth. The weight of an object on Moon will be 1/6 the weight of an object on Earth. This is because the acceleration due to gravity on Moon ennu parayunnathu, it is 1/6 the acceleration due to gravity on Earth aanu. Let gm and ge corresponds to the respective acceleration due to gravity. Appo Moonile acceleration due to gravity ennu parnal, it is 1/6 the value of that of Earth, allengil 1/6 of 9.8 ennokke namukku parayam. So definitely when we move from Earth to Moon, there will be a reduction of weight. I hope you all got the answer to the initial question. Okay. Now, are there no gravity points? Gravity illatha sthalangalundo Earthil. Chindichittundo ningal adeppatti alla kettittundo ningal adeppatti? Adinu vendi ningalku njan oru ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ദിസ് ഈസ് ആക്ച്വലി ഹുവർ ഡാം. സോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങൾ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് ഇതിന്റെ ഒരു സൈഡിലായിട്ട് നിന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു നോക്കുക. വെള്ളം ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും വെള്ളം മുകളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ അങ്ങനെയാണ്, വെള്ളം മുകളിലേക്ക് പോകും. അതായത് പൊതുവേ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം താഴേക്കാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ ഈ സൈഡ്സിലൊക്കെ വെള്ളം ഈ സൈഡ്സിൽ നോക്കിയാൽ വെള്ളം നമുക്ക് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. സോ ഇത് ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം അല്ലേ? ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന അതൊന്നുമല്ല. അവിടെ ആ ഡാമിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ ആയതുകൊണ്ടും അവിടെ ബ്ലോ ചെയ്യുന്ന വിൻഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് കാരണമാണ് അവിടെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മുകളിലേക്ക് പോരുന്നതായിട്ട് കാണുന്നത്. ഇപ്പൊ നമ്മൾ വേറെ കുറച്ചുകൂടെ ഭാരമുള്ള എന്തെങ്കിലും അവിടെ ഡ്രോപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡിസപ്പോയിന്റഡ് ആവത്തേ ഉള്ളൂ. ആ സംഭവം മുകളിലേക്ക് പറന്നു പോകുന്നു. ഇല്ല, കുറച്ച് ഭാരമുള്ളത് അവിടെ കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും അവിടെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോ ഡൗൺ. So actually there are no gravity points. There are no gravity points. Actually that is correct. There are no gravity points. നമുക്ക് ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലം ആയിട്ടില്ല. മേ ബി ആർട്ടിഫിഷ്യലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ പൊതുവേ കാണുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന അങ്ങനത്തെ പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി അവിടെ ഉണ്ട്. വേറെ അതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, കാരണം നമുക്ക് അവിടെ ഗ്രാവിറ്റി ഇല്ല എന്ന് തോന്നും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും. സോ മൂവിങ് ടു അനദർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒട്ടകങ്ങൾക്ക് ഡിസേർട്ടിൽ കൂടി ഇങ്ങനെ ഓടാനും സ്പീഡ് ഇങ്ങനെ നടക്കാനും ഒക്കെ പറ്റുന്നതെന്ന്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം ട്രക്സിനൊക്കെ ബ്രോഡ് വീൽസ് ഉള്ളതെന്ന്? അനദർ ക്വസ്റ്റ്യൻ ഇസ്, ഇറ്റ്സ് എ വെരി ഫെമിലിയർ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് നൈവ്സ് ഹാവ് ഷാർപ്പ് എഡ്ജസ്? ഇത് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ, എന്തുകൊണ്ടാണ് നൈവ്സ് ഹാവ് ഷാർപ്പ് എഡ്ജസ്? അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സംഭവം പറയുവാണ്. ദാറ്റ് ഇസ് ത്രസ്റ്റ് ആൻഡ് പ്രഷർ. ഓക്കെ, സോ as you can see in this figure, ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലെ. ഈ കുട്ടി ഒരു മണൽ കൂനയിൽ നിൽക്കുകയാണ്. സോ വി can see that his legs are quite into it അല്ലെ. കാല് ഇതിൽ മണലിന്റെ അടുത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നീ കൊച്ചു ആലോചിക്കുക അല്ലെ, നമുക്കും ആലോചിക്കാം. ഇനിയിപ്പൊ ഈ കൊച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഒന്ന് കിടക്കുമായിരുന്നു. അപ്പൊ കിടക്കുമ്പോ ഇനി ആ മണ്ണിന്റെ അകത്ത് മുങ്ങിപ്പോവോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, മുങ്ങിപ്പോവോ? Is there any chance? ആക്ച്വലി മുങ്ങിപ്പോവത്തില്ല അല്ലെ. അതെന്തുകൊണ്ടാണ്? So when he is standing on the loose sand, what is happening there? The force or weight of the body is acting on an area that is equal to the area of the feet. So when that boy is standing on ഒരു loose sandൽ നിൽക്കുമ്പോഴത്തേക്കും എവിടെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? It acts on an area of his feet അല്ലെ. ഇനിയല്ല when he lies down, ഇപ്പം കിടക്കുകയെന്ന് വെച്ചോ, അങ്ങനെയുള്ള സമയത്ത് ആ സെയിം ഫോഴ്സ് will act on an area which is equal to the contact area of your whole body. നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഹോൾ ബോഡീന്റെ കോണ്ടാക്ട് ഏരിയയിലാണ് ആ സെയിം ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത്. സോ വിച്ച് ഇസ് ലാർജർ കമ്പയർ ടു ദി ഏരിയ ഓഫ് യർ ഫീറ്റ്. നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലിന്റെ അത്ര ഏരിയ വരുന്നുള്ളൂ, വേറെ നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹോൾ ബോഡിയുടെ ആ ഏരിയ വരുന്നുണ്ട്. ബട്ട് ആക്ച്വലി സെയിം ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ബോത്ത് ദീസ് കേസസ്. സെയിം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ഡിഫർ? സോ ദി എഫക്ട്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് വൈസ് ദി എഫക്ട് ഓഫ് ഫോഴ്സ് വിൽ ബി സെയിം. So on different areas the effect of force will be same or the thrust will be same. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത്? ഇവിടെ ആക്ച്വലി വ്യത്യാസം വരാൻ പോകുന്ന ക്യാരക്ടറാണ് പ്രഷർ.
Okay, so the thrust will be same, whereas the effect caused by this thrust എന്ന് പറയുന്നത് it will be different. So the thrust will be same or the force acting will be same, but the effect of this force എന്ന് പറയുന്നത് എന്തായിരിക്കും? Different ആയിരിക്കും. So the effect of this thrust, it depends on the area on which it acts. എന്തുകൊണ്ടാണ് ഇത് ഡിഫറെന്റ് ആയത്? ബിക്കോസ് ആ ഫോഴ്സ് ഈവൻ ദോ ദി ഫോഴ്സ് ഈക്വൽ ആയിരുന്നെങ്കിലും അത് ആക്ട് ചെയ്തത് രണ്ട് ഡിഫറെന്റ് ഏരിയയിലാണ്. ഒരു ഏരിയ കുറവായിരുന്നു, ഒരു ഏരിയ ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ? സോ therefore ഈ എഫക്ട് ഓഫ് ദിസ് thrust എന്ന് പറയുന്നത് so what is thrust? Thrust is actually the force acting in perpendicular direction. Even though the force is same, the area act ചെയ്തത് ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ the effect of this force അല്ലെങ്കിൽ effect of this thrust എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. Okay, so it depends, this effect of force or thrust, it depends on the area on which it is acting. Okay, so that is the thrust and pressure. So thrust is something, the force that is acting on an object perpendicular to the surface, and thrust acting on unit area ne nammal pressure ennu parayum. So the thrust acting on unit area is what is known as pressure. ഇനി ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടായിരുന്നു നമ്മൾ ഇനീഷ്യലി കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, എന്തുകൊണ്ട് ക്യാമൽസിന് ഡിസേർട്സിൽ റൺ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് ട്രക്സ് ഹാവ് ബ്രോഡർ ടയേഴ്സ് എന്നൊക്കെ അല്ലേ? അപ്പൊ ഇതിനുള്ള ആൻസർ എന്താ? ബേസിക്കലി ഇറ്റ്സ് ദിസ് പ്രഷർ അല്ലെങ്കിൽ ഇഫക്ട് ഓഫ് ത്രസ്റ്റ് ആണ്. സോ എന്താണ്, വെൻ വി ടേക്ക് initial one, camels in the field actually they have a broader thing on their feet, so it will help them. So area കൂടുമ്പോഴത്തേക്കും pressure exerted on the sand actually കുറയും. അതുപോലെ തന്നെയാണ് when it comes to trucks have broader tires, which means that the pressure exerted on the roads will be less. Area and pressure are inversely proportional. Area കുറയുമ്പോൾ pressure കൂടുന്നു, area കൂടുമ്പോൾ pressure കുറയുന്നു. Okay, another example was that knife അല്ലേ? നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടൊക്കെ നമ്മളെപ്പോഴും എന്താണ്, നമ്മളെപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യാം മൂർച്ചയുള്ള കത്തി വെച്ചിട്ട്. ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യാം മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് അരിയാനും ഒക്കെ ആയിരിക്കും. സോ അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഷാർപ്പ് എഡ്ജസ് മീൻസ് ദ ഏരിയ വിൽ ബി ലെസ് ആൻഡ് ഇറ്റ് ക്യാൻ ഗീവ് ഹൈ പ്രഷർ. ഓക്കെ, ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നൗ വി ഗോയിങ് ഇൻടു ദ ടോപ്പിക് ഓഫ് പ്രഷർ ഇൻ ഫ്ലൂയിഡ്സ്. അപ്പൊ നമ്മൾ പ്രഷർ ഇൻ സോളിഡ്സിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സോളിഡ്സിൽ എവിടെയാണ് ദ പ്രഷർ വിൽ ആക്ട് ഓൺ ദി സർഫസ് അല്ലെ? സോളിഡ്സിന്റെ സർഫസിലായിരിക്കും പ്രഷർ ആക്ട് ചെയ്യുക. വെൻ ഇറ്റ് കംസ് ടു fluids, എവിടെ ആയിരിക്കും പ്രഷർ ആക്ട് ചെയ്യുക? സോ പ്രഷർ ക്യാൻ ആക്ട് ഓൺ ദി സൈഡ്സ് ഓഫ് ദി container, walls of the container, whether it's sides or base. എവിടെയാണ് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ വാൾസിലൊക്കെ പ്രഷറിന് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വെൻ ഡിസ്കസിങ് അബൌട്ട് പ്രഷർ ഇൻ ഫ്ലൂയിഡ്സ് നിങ്ങൾക്ക് വെരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിരിക്കുന്നവരൊക്കെ നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബക്കറ്റിൽ നിന്ന് എന്തായാലും കപ്പിൽ വെള്ളം എടുത്ത് പൊക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളവരെല്ലാവരും അല്ലെ? അപ്പൊ നിങ്ങൾക്കൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ബക്കറ്റ് നിറയെ ഇവിടെ വരെ വെള്ളം ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഈ കപ്പ് നമ്മൾ ബക്കറ്റിൽ മുക്കി നമ്മുടെ കപ്പാന്ന് വെച്ചു. കപ്പ് നമ്മൾ ബക്കറ്റ് മുക്കിയിട്ട് നമുക്കറിയാം ഇവിടെ വരെ ആക്ച്വലി നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങ് പൊക്കിയെടുക്കാം. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പൊക്കുമ്പോഴാണ് അതിന്റെ ഭാരം അനുഭവപ്പെടുന്നത് അല്ലെ? നമ്മുടെ ആ ബുദ്ധിമുട്ട്, ആ വെള്ളം എടുത്ത് പൊക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് അവിടെ നിന്നാണ്. സെയിം ആണ് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴും. ഒത്തിരി വെള്ളമുള്ള ഒരു കിണറാണെങ്കിൽ അതിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ആ തൊട്ടി ബക്കറ്റ് വലിക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ വെയിറ്റ് ഒന്നും, വെള്ളത്തിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വലിയ വെയിറ്റ് ഒന്നും തോന്നത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് എന്താണ് കിണർ ബാക്കി മൊത്തം പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണല്ലോ നമുക്ക് പാടുള്ള പരിപാടി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഈ കേസിലാണ് ഈ കപ്പ് ഇവിടെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിന് ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ വെയിറ്റ്, ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാണ്? സോ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ബോയൻസി. ഓക്കെ, സോ ബോയൻസി ഒന്നുമല്ല, ബോയൻസി ഈസ് ഓൾസോ എ ഫോഴ്സ് ആക്ച്വലി. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് നമ്മൾ ഇമേഴ്സ് ചെയ്തു എന്ന് വെക്കാം. ഒരു ഓബ്ജക്റ്റ് നമ്മൾ വെള്ളത്തിൽ ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തു. സോ അങ്ങനെ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഗ്രാവിറ്റി കാരണം ഡെഫിനറ്റ്ലി ദി വെയിറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്. സോ വെയിറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് വിൽ ബി ആക്ടിങ് downward is shown here. Weight of the object ingota act ചെയ്യും. So this fluid will exert a force that opposes this. അതിനെയാണ് നമ്മൾ buoyant force എന്ന് പറയുന്നത്. So object place ചെയ്യുമ്പോൾ weight of object will be acting downward, whereas this buoyant force അല്ലെങ്കിൽ the force exerted by this fluid will be acting upward. ഈ ഫോഴ്സിനെ നമ്മൾ buoyant force എന്ന് വിളിക്കുന്നു. It's a simple theory, right? Okay. Another question is, how do objects float or sink? Okay, എങ്ങനെ ഓബ്ജക്ട്സ് ഫ്ലോട്ട് ചെയ്തും സിങ്ക് ചെയ്തൊക്കെ
ഇരിക്കുന്നു. ഇത് ബേസിക്കലി സെയിം തിയറി തന്നെയാണ്. സോ വൈ ഡു ഓബ്ജക്ട്സ് ഫ്ലോട്ട് ആൻഡ് വൈ ഡു ഓബ്ജക്ട്സ് സിങ്ക്? ഡിഫറെന്റ് സിറ്റുവേഷൻ എടുത്തോ. കൺസിഡർ എ കേസ് വേർ ആൻ ഓബ്ജക്ട് ഇസ് ഗോയിങ് ടു സിങ്ക്, അല്ലെങ്കിൽ ഒബ്ജക്ട് സിങ്കിങ്. ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു അയൺ നെയിൽ അല്ലെ, ഒരു അയൺ നെയിൽ എടുത്ത് വെള്ളത്തിലിട്ടാൽ ഇറ്റ് വിൽ ഗോ ഡൗൺ. അതെന്തുകൊണ്ടാണ്? അതിനും ആ ഫോഴ്സ് ഒക്കെ ഇല്ലേ, അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും, അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് താഴേക്കും, ലിക്വിഡ് ഒരു ബോയിന്റ് ഫോഴ്സ് തിരിച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ദെയർ ഇസ് ദി ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് കാരണം ഉണ്ടായ ഫോഴ്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദി അപ്ത്രസ്റ്റ്. ഓക്കെ, സോ ദി അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയിന്റ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ പാകത്തിനാണ് അതിന്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. സോ വെൻ ആൻ ഓബ്ജക്ട്സ് സിങ്ക് എന്താണ്, ദി ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും അപ്വേർഡ് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ. അതുകൊണ്ട് ഓബ്ജക്റ്റ് സിങ്ക് ചെയ്ത് കിടക്കും. ഇനി ഒരു ഓബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താണ്, ഫ്ലോട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിന്റെ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും ഡൗൺവേർഡ് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരിക. സോ ദി ഓബ്ജക്റ്റ് വിൽ ഫ്ലോട്ട് അല്ലെ. ഓക്കെ, സോ വി ക്യാൻ ഓൾസോ ഡിഫൈൻ അനദർ ടേം ഡെൻസിറ്റി ഹിയർ. നമുക്കറിയാം ഒരു ഓബ്ജക്റ്റിന്റെ ഡെൻസിറ്റി കുറവാണെങ്കിൽ ദി ഓബ്ജക്റ്റ് വിൽ ഫ്ലോട്ട് അല്ലെ. സോ കമ്പയർഡ് ടു water, if the density of a substance is less, means it will float on water. Or avade sambhavikkunnathu actually the weight exerted by that object will be less compared to the upthrust exerted by this fluid. Okay, in an object density compared to water koodalaanengil it will sink to the water. And what is happening there? Avade sambhavikkunnathu the weight exerted by the object will be greater compared to the upthrust. Okay, so can we measure this? Can we measure the buoyant force? അല്ലെങ്കിൽ ഈ എക്സേർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഈ ഫോഴ്സിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? സോ whenever a body is immersed fully or partially in a fluid, it will experience an upward force and that will be equal to the weight of the fluid displaced by it. Appo when we immerse something, whether it's fully or partially, നമ്മൾ മൊത്തമായിട്ടോ പാർഷ്യൽ ആയിട്ടോ ഒരു ഒബ്ജക്റ്റ് എടുത്ത് ഒരു ലിക്വിഡിലോ ഫ്ലൂയിഡിലോ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡെഫിനറ്റ്ലി ഒരു അപ്വേർഡ് ത്രസ്റ്റ് ഒരു അപ്വേർഡ് ഫോഴ്സ് അല്ലെ അപ്ത്രസ്റ്റ് ഉണ്ടായിരിക്കും, പോയിന്റ് ഫോഴ്സ് അല്ലെ. ഇനി അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതെന്ന് പറയുന്നത് അത് എന്തോരം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടോ അവിടെ അതിൻ്റെ വെയിറ്റിനോട് എന്താണ് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പം നിങ്ങൾ ഒരു ബീക്കറിൽ ഇത്രയും വെള്ളത്തിൽ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തു. ഇനി ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒരു ഹോൾ ഉണ്ടെന്ന് വെക്കുക. അപ്പം ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്കും എക്സ്ട്രാ വന്ന വാട്ടർ നമ്മൾ ലിക്വിഡ് ഇവിടെ കളക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ കളക്ട് ചെയ്തു. അപ്പം ഇത് ഇവിടെ നമ്മൾ കളക്ട് ചെയ്തു. സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ദി വെയിറ്റ് ഓഫ് ദിസ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, so that is basically this chapter. Ee chapter il nammal cover cheythathu gravitation, the force of gravity. Again we discussed about acceleration due to gravity. We discussed about free fall, pinne why the weight of an object is less on moon. Adupole thane we came to thrust and pressure. Adinu shesham nammal forces in fluids allengil fluid pressure ne patti okke padichu. And finally when we conclude, I'll like to talk about ആദിത്യ L1. ഓക്കെ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, റീസെന്റ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. സോ ആദിത്യ L1 വാട്ട് ഈസ് ആദിത്യ L1? സോ ഇറ്റ്സ് ISRO സോളാർ മിഷൻ അല്ലെ, സോളാർ അറ്റ്മോസ്ഫിയറിനെ പറ്റി അല്ലെ സണ്ണിനെ പറ്റി പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ISRO ലോഞ്ച് ചെയ്ത ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. സോ വാട്ട് ഡസ് ദിസ് L1 സ്റ്റാൻഡ്സ് ഫോർ? L1 ആക്ച്വലി മീൻസ് ഇറ്റ്സ് Lagrangian point 1. ഇനി വാട്ട് ഈസ് Lagrangian point? Lagrangian points are points in space where if we put an object, say spacecraft, it will tend to be staying there itself. എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് it is because of the force of attraction or the gravitational force that is acting between two masses. Say നിങ്ങൾക്ക് സണ്ണും എർത്തും ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള gravitational force will be equal to this centripetal force that is taken by the small body to orbit along with them എന്ന് നമ്മൾ പറയും. സോ അതാണ് എന്താ. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എക്സ്ട്രാ ഒരു എനർജി അല്ലെങ്കിൽ എനർജി കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താണ് ലഗ്രാഞ്ചിയൻ പോയിന്റ്സിൽ അല്ലെങ്കിൽ ആ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഐ ഹോപ്പ് ദിസ് സെഷൻ ഇസ് ക്ലിയർ ഫോർ യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം കുറേയൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കുറേയൊക്കെ കുറച്ചുകൂടി ഡെപ്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ
Thank you all for coming into the class. Thank you all for listening to me. You can put your doubts and comments in the comment section. Manorama Horizon. Learning made simple.